ഓർഗൻ ഹാർട്ട് ശ്രീചിത്ര എന്ന് എറണാകുളത്ത് കൊണ്ടുവരണം. ഹാർട്ട് കൊണ്ടുവരാൻ ഹെലികോപ്റ്റർ റിക്വസ്റ്റ് വേണം. ഹെലികോപ്റ്റർ റിക്വസ്റ്റ് ഹോം ഡിപ്പാർട്ട്മെന്റ് ആണ്. ഐ ഹാവ് ടു റൈറ്റ് ടു ADGP ഹോം ആൻഡ് ലോ ആൻഡ് ഓർഡർ ദാറ്റ് വി റിക്വസ്റ്റ്. അപ്പോൾ അവിടെ പക്ഷേ പോലീസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളൊരു റിക്വസ്റ്റ് എലിസിറ്റ് ചെയ്താൽ ദേ വിൽ ബി അസൈനിങ് ഈച്ച് പേഴ്സൺ ഫോർ ഈച്ച് വർക്ക്. ഭയങ്കര ഒരു വർക്ക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഭയങ്കര. പിന്നെ അങ്ങോട്ട് ഓരോ 10 മിനിറ്റിലും പലയിടത്തും വിളിക്കും. എറണാകുളത്ത് പോലീസ് കമ്മീഷണർ അവിടെ ആരെങ്കിലും അസൈൻ ചെയ്തിട്ടുണ്ടാവും, ട്രിവാൻഡ്രത്തെ പോലീസ് കമ്മീഷണർ അവിടെ അസൈൻ ചെയ്ത്. പക്ഷെ പോയിന്റ് ഓഫ് കോണ്ടാക്ടില് ഞാനാണ്. എല്ലാവരും എന്നെ വിളിക്കുന്ന ഏത് ആംബുലൻസ്, ആരാ പോണത്, നമ്പർ ഏതാ, ഫോട്ടോ എന്താ, ഇങ്ങനെ അയച്ചുകൊണ്ടേ ഇരിക്കണം. കാരണം അവർക്കും ഇമ്പോർട്ടൻറ്റ്. റിട്രീവൽ തീരുമ്പോൾ പോലീസ് എസ്കോർട്ട് വേണം ടു ദ എയർപോർട്ട്. അപ്പൊ അവര് പോലീസ് വെഹിക്കിൾ വന്ന് വെയിറ്റ് ചെയ്തിട്ട് സാറേ എപ്പോൾ റിട്രീവൽ അടക്കാറായോ, ഹെലികോപ്റ്റർ എൻജിൻ സ്റ്റാർട്ട് ചെയ്യണം. കാരണം അതിന് അവിടുന്ന് ഹെലികോപ്റ്റർ പൈലറ്റ് വിളിക്കും, സാറേ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറയണം, എന്നാലും എനിക്ക് എൻജിൻ ഓൺ ചെയ്ത് എയർ ട്രാഫിക് ക്ലിയറൻസ് വേണം, പോകണ്ടേ. അപ്പൊ എയർ ട്രാഫിക് കൺട്രോളർ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യണം. യു ഹാവ് ടു. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ വെച്ചാൽ അറൌണ്ട് എനിക്ക് തോന്നുന്നു 500 to 1000 പീപ്പിൾ ഇൻവോൾവ് ആണ് ഒറ്റ ട്രാൻസ്പ്ലാന്റില്. ആൻഡ് ഗവൺമെന്റ് മെഷീനറി ഒരു ഗവൺമെന്റ് മെഷീനറിയുടെ ഒരു ഭയങ്കര ഇൻവോൾവ്മെന്റ് ആണ്. അത് സിസ്റ്റം അറിയുന്നേ ഇല്ല. എല്ലാവരും വിചാരിക്കുന്ന ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഒരു സർജൻ വന്ന് പേപ്പറിൽ കാണിക്കുന്നു ഞാൻ ഹാർട്ട് ചെയ്തു. ബിഹൈൻഡ് ദാറ്റ് വാട്ട് ഹസ് ഹാപ്പൻഡ്, government has put in lot of effort from getting an organ to reach there in time. ഇപ്പൊ ഈവൻ ബൈ ഇപ്പൊ ട്രാഫിക് പോലീസ് പോട്ടെ, റോഡിലാൾക്കൂടെ ആണെങ്കിൽ they regulate the entire stretch from Trivandrum to Ernakulam. അപ്പൊ അവർ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇൻഫോം ചെയ്യും. ഒറ്റ ക്രോസ് റോഡ്സിലും ക്രോസ് ചെയ്യാൻ സമ്മതിക്കില്ല. ആ സമയത്ത് ടൈമിലി ക്രോസ് റോഡ്സ് അടയ്ക്കുന്നു. അപ്പൊ ഇതാണ് ഒരു ഡിസീസ് ഡൊണേഷന്റെ ആ ഒരു ഗവൺമെന്റൽ ഇൻവോൾവ്മെന്റ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു പബ്ലിക്, ഒരു ആശുപത്രി, ഒരു സ്വകാര്യ ആശുപത്രി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു, അതിനെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നു, എല്ലാവരും കാണുന്നു. ബട്ട് ദ എഫേർട്ട് ബിഹൈൻഡ് ദാറ്റ് ഫ്രം ദ ഡോണർ ഫാമിലി കൗൺസിലിംഗ് ഓൺവേർഡ്സ് അതുപോലും ആൾക്കാർ അറിയുന്നില്ല. ആരെങ്ങനെ സംസാരിച്ചു, അവരെങ്ങനെ സമ്മതിച്ചു, ആ ഫാമിലി ആരാ, അതുപോലും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല.